എല്ലാവർക്കും എൻ്റെ പേര് കലാമോഹൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ എൻ്റെ വീഡിയോസിൽ ചിലർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ വ്യക്തമല്ല, അത് പൂർണ്ണമാക്കാതെയാണ് അടുത്തതിലോട്ട് കടക്കുന്നത്. എനിക്കറിയാം ചില ഇൻസിഡൻസ് അത് വ്യക്തമായിട്ട് പറഞ്ഞാലേ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അത് വ്യക്തമായി പറയുമ്പോൾ ചിലപ്പോൾ ആരുടെയെങ്കിലും ഉള്ളിൽ മുറിവുകളുണ്ടാവാം. എന്നാൽ എനിക്കത് പറയാതെ ചില ജീവിതാനുഭവങ്ങൾ കോർത്തിണക്കാനും പറ്റത്തില്ല. ആരെങ്കിലുമൊക്കെ അത് ജീവിച്ചോട്ടെ എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചിലത് വളരെ ക്ലാരിറ്റിയോടുകൂടി പറയാൻ പറ്റാത്തത്. ലൈഫിൽ സംഭവിച്ച ചില ഇൻസിഡൻസ്, പാസ്റ്റിൽ സംഭവിച്ച ചില ഇൻസിഡൻസ് ഞാനത് ആവർത്തിക്കുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ഹൃദയത്തിൽ മുറിവുകളുണ്ടാകും. ചില വ്യക്തികൾ നമ്മളെ വഴക്ക് പറയുന്നത് നമുക്കിഷ്ടമാണ്, നമ്മളെ കുറേ ശപിക്കുന്നത് നമുക്കിഷ്ടമാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ സങ്കടം വരുന്നത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെയും ചില ആളുകളുണ്ടല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവ്യക്തത വരുന്നത്. പിന്നെ വീഡിയോ ചെയ്യാനുള്ള ഒരു പരിചയക്കുറവും കൂടി ആകാം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് രണ്ടാം വിവാഹവും ആദ്യ വിവാഹത്തിലെ മക്കളും. ഇത് പറയാൻ കാര്യം, ഞാൻ ഓർക്കുന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. ഒരു ദിവസം ഞാൻ ക്യാമ്പസിലിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അവൾ എൻ്റെ കാഴ്ചയിൽ അവളൊരു സുന്ദരിയാണ്. പക്ഷെ അവൾ പറയുന്നു അവളുടെ അമ്മ അതിസുന്ദരിയാണ്, പക്ഷേ അവരുടെ സൗന്ദര്യമോ നിറമോ ഒന്നും കിട്ടാത്തത് കൊണ്ട് അവൾക്ക് എന്നും കളിയാക്കലുകൾ ഒക്കെയായിരുന്നു എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ പറയുന്ന ഒരാളുടെ അടുത്ത്, അല്ല മോളെ നീ സുന്ദരിയാന്ന് പറഞ്ഞാലും അവരെ സമാധാനിപ്പിക്കാൻ പറയുന്നതായിട്ടേ തോന്നും. പലപ്പോഴും അങ്ങനെ തോന്നും. സമാധാനിപ്പിക്കലാണ് നമ്മളുടെ ഉദ്ദേശമെങ്കിലും ആ ഒരു സമാധാനിപ്പിക്കൽ ഒരു നിമിഷത്തേക്കാവരുത്. അവരുടെ ജീവിതം മുഴുവൻ അതൊരു ബലമായിട്ട് നിൽക്കാൻ തക്കവണ്ണം പോകുന്ന വാക്കുകൾ ആ യഥാസമയത്ത് കൗൺസിലറായ എൻ്റെ നാവിൻ തുമ്പത്ത് വരണേ എന്നതാണ് എപ്പോഴും ഞാൻ കൗൺസിലിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത്. കാരണം വാക്കാണ് മരുന്ന്. അത് ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടെന്ന് നമുക്ക് തോന്നിയാലും ചില ജീവിതം മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ വാക്കുകളൊന്നും തന്നെ പോരാതെ വരും. അപ്പോൾ ഈ മോളിങ്ങനെ എന്നോട് സംസാരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു ട്വിസ്റ്റ് വന്നതെന്ന് വെച്ചാൽ, അവളുടെ അമ്മ പുനർവിവാഹം കഴിച്ചു. അപ്പോൾ അവൾക്ക് അവൾ വളരെ പക്വതയോടുകൂടി തന്നെ അതിനെ സമീപിച്ചു. കാരണം അച്ഛൻ ഡിവോഴ്സ്ഡ് ആണ്, അച്ഛൻ വിദേശത്താണ്. അച്ഛനിൽ നിന്ന് അമ്മയ്ക്കൊരു സന്തോഷവും കിട്ടിയിട്ടില്ല. വല്ലപ്പോഴും കൂടി എന്നെ വിളിക്കുമായിരുന്നു, ഇപ്പം അതും ഇല്ല. അപ്പോൾ അമ്മയ്ക്കൊരു ജീവിതം വേണം. അമ്മ ഇപ്പോഴും ആ ഒരു യൂത്തിൽ നിൽക്കുകയാണ്. അപ്പം അവളൊരു ഡിഗ്രി തലത്തിൽ നിൽക്കുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ അവൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയും അവൾ പൂർണ്ണ മനസ്സോടെ അതിനെ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അവൾ പറയുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ, അമ്മയും അവളുടെ രണ്ടാനച്ഛനും, അവളൊരിക്കലും അച്ഛൻ എന്ന് വിളിക്കാൻ തയ്യാറല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അവൾ വിളിക്കുന്നത് അങ്കിൾ എന്നാണ്. വരുമ്പോൾ ഈ രണ്ടാനച്ഛൻ നോക്കുന്നത് അവൾക്കത് അല്ലാത്ത അസ്വസ്ഥത വരുന്നു. നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ആ കുട്ടിയും തന്നെ കൺഫ്യൂസ്ഡ് ആണ്. അതായത് അവൾ പലവട്ടം ശ്രദ്ധിച്ചു. അപ്പോൾ അവളുടെ തെറ്റായ നിഗമനമല്ല, ശരിക്കും അവൾക്ക് മനസ്സിലായി അവളുടെ കഴുത്തിന് താഴോട്ടുള്ള ഭാഗങ്ങളിലാണ് അയാളുടെ കണ്ണുകൾ പതിയുന്നതെന്ന്. അപ്പോൾ അവൾക്കത് പക്ഷേ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയില്ല. മറ്റ് അടുത്തൂടെ പോകുമ്പോൾ തൊട്ടു അങ്ങനെ ഒന്നുമില്ല, മോശം വർത്തമാനങ്ങളൊന്നുമില്ല. പക്ഷേ പല സന്ദർഭങ്ങളിലും അവളത് ശ്രദ്ധിച്ചു. അപ്പം ഒന്നാമത് അവളെ സംബന്ധിച്ചോളം അവളുടെ ഉള്ളിൽ ഒരുപാട്
ഹീൽ ചെയ്യാൻ ഒരുപാട് മുറിവുകളുണ്ടായിരുന്നു. കാരണം ഒരു 3 വയസ്സൊക്കെ ആയപ്പോഴാണ് അച്ഛനും അമ്മയും കൂടെ പിരിയുന്നത്. അപ്പോൾ അവൾ പറയുന്നത് പിരിഞ്ഞതിന് ശേഷമാണ് സത്യത്തിൽ അവൾക്ക് മറ്റേത് അവൾ പേടിച്ച് ഇരുണ്ട് കിടക്കയിലിരിക്കുമായിരുന്നു ആ 3 വയസ്സുകാരി, 3 വയസ്സ് വരെയുള്ള ആ കുഞ്ഞ്. പിരിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് സമാധാനം എന്തെന്ന് അവൾ അറിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് അവൾ വളരുമ്പോൾ അവൾക്ക് നേരിട്ടത് മറ്റുള്ളവരുടെ കണ്ണിൽ അത് നിസ്സാരമാണെങ്കിലും അവൾക്കത് ഭയങ്കര ഒരു വിഷമം തന്നെയായിരുന്നു. അവളുടെ അച്ഛൻ്റെ അമ്മയെ പോലെ ഇരുണ്ടിട്ടാണ്. അപ്പോൾ അത് വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ പറയും, ഇവിടുത്തെ ഒന്നും കിട്ടിയിട്ടില്ല, അവളുടെ അമ്മയുടെ സൗന്ദര്യം ഒന്നും കിട്ടിയിട്ടില്ല, അത് ആ തള്ളയുടെ സൗന്ദര്യം, ആ നിറവും അതേപോലെ ഇരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ അത് അവളുടെ ഉള്ളിലുണ്ടാക്കിയ മുറിവ് ഭയങ്കരമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കോളേജിലും സ്കൂൾസിലും ഒക്കെ തന്നെയാണെങ്കിലും എന്തെങ്കിലും ഫങ്ഷൻ അമ്മയുമായിട്ട് വരുമ്പോഴും ഒക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ചോദിക്കും, എടോ തൻ്റെ അമ്മയാണോ, കണ്ടാൽ തോന്നത്തില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പറച്ചിൽ അവിടെ തീരുന്നില്ല, പറഞ്ഞവരവരെ പറഞ്ഞു നിർത്തി. പക്ഷേ ഈ കുഞ്ഞ് ആ ഒരു മുറിവും പേറിയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു പ്രശ്നം. അപ്പം ഞാൻ പിന്നെ കുറേ നേരം സംസാരിച്ചു. അവൾക്ക് ഉറപ്പുണ്ട് അയാൾ നോക്കുന്നത് അസ്ഥാനത്താണ് എന്ന് നമ്മൾക്ക് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ഇനി നോക്കുമ്പോൾ നീ കടുപ്പിച്ച് അയാളുടെ കണ്ണുകളിലേക്ക് നോക്കുക, കടുപ്പിച്ച് നോക്കുക, എന്നിട്ട് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത്, ഇത് പറയാനുണ്ടായ സാഹചര്യം, ഇന്നിപ്പോൾ ഞാനിത് പറയാനുണ്ടായ സാഹചര്യം, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമൊക്കെ ഒരു 38-കാരൻ്റെ മുഖം ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം ഒരു ബസ് കണ്ടക്ടറായിരുന്നു, ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ റീസൺ, അദ്ദേഹം വിവാഹം കഴിഞ്ഞ് ഒരു വേർഷനാണ്, അപ്പുറത്തെ വേർഷൻ എന്താണെന്ന് നമുക്കറിയില്ല. വിവാഹം കഴിഞ്ഞ്, എനിക്ക് ഈ പറഞ്ഞ വ്യക്തിയെയും അറിയില്ല, അതിനകത്തിൽ വായിച്ചത് മാത്രമാണ് ഞാൻ പങ്കുവെക്കുന്നത്. വിവാഹം കഴിഞ്ഞ് വൈഫ് വിദേശത്തേക്ക് പോയി, അവരവിടെ ഒരു കുടുംബമുണ്ടാക്കി. അത് കഴിഞ്ഞ് ഈ കുട്ടി പിന്നെ ഈ ഇദ്ദേഹം മരണപ്പെട്ട ആ കണ്ടക്ടർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കൂടെയായിരുന്നു അവരുടെ കുഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞിനെ ഇദ്ദേഹവും അച്ഛനും അമ്മയും കൂടെയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കവേ വിദേശത്തുനിന്ന് ഭാര്യ വന്ന് കേസ് കൊടുത്ത് കുഞ്ഞിനെ അമ്മയോടൊപ്പം പോകാൻ കോടതി വിധിയായി. അതിനെ തുടർന്നാണ് ഈ ആത്മഹത്യ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അപ്പുറത്തെ വേർഷൻ അറിയില്ല എങ്കിൽ പോലും ശരിക്കും എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഇതൊരു ഇടുങ്ങിയ ചിന്താഗതി ആണെന്ന് വിചാരിക്കരുത്. രണ്ടുപേര് പിരിയുമ്പോൾ ആർക്കാണോ വിവാഹം കഴിക്കാൻ, രണ്ടാമത് വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളത് അവർ മുന്നോട്ട് പോയിക്കോട്ടെ, അതിൽ പ്രശ്നമില്ല. വിവാഹം വേണ്ട, ഇനി ഞാൻ തനിച്ച് നിന്നോളാം എന്ന് ആരാണോ തീരുമാനിക്കുന്നത് അവരുടെ ഒപ്പം കുഞ്ഞ് വളരട്ടെ. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും വിവാഹം കഴിച്ച് പോവുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ ഒരു തീരുമാനം എടുത്ത് അതിനെ ഏതെങ്കിലും സേഫായിട്ട് മുത്തശ്ശനോ മുത്തശ്ശിയോ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ബോർഡിംഗ് സ്കൂളിൽ അങ്ങനെ നിർത്താൻ പറ്റുമെങ്കിൽ വലിയ കാര്യമായിരിക്കും. കാരണം പുതിയൊരു പങ്കാളി വരുമ്പോൾ എത്ര കണ്ട് ആദ്യ വിവാഹത്തിലെ കുഞ്ഞുങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് അത് വഴിയേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മനസ്സിൽ ഒരിക്കലും മാറാത്തൊരു മുഖമാണ് ആ സ്ത്രീ പറഞ്ഞത്. ഒരു സ്ത്രീ, അവർ വിവാഹം കഴിച്ചപ്പോൾ അവരുടെ മകൾ ഏതാണ്ട് 16-17 വയസ്സുണ്ട്, മകനും ഉണ്ട്. അപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ ആണിന് ഉടമ്പടി വയ്ക്കാം, അതായത് എൻ്റെ അമ്മയും എനിക്ക് ആദ്യ വിവാഹത്തിലുള്ള മക്കളെയും നീ നന്നായി നോക്കണം എന്ന് ആണിന് ഉടമ്പടി വയ്ക്കാം. അപ്പം ഇവർ ഉടമ്പടി വെച്ചിട്ടില്ല. ഇവരത് കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു, അവരവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും അവരുടെ മകളും മകനും അവരുടെ വീട്ടിലും. അപ്പോൾ അങ്ങനെ ഇരിക്കവേ
ഈ പെൺകുട്ടിക്ക് ഒരു മാരകമായ അസുഖം വന്നു. വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലോട്ടത് പോയി. അപ്പോഴും ഈ സ്ത്രീക്ക് മകളുടെ അടുത്ത് പോയി 2-3 ദിവസം നിൽക്കാനുള്ള അനുമതിയേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് വേഗം തിരിച്ചു വരേണ്ടി വന്നു. കാരണം വിവാഹം കഴിച്ചത് എൻ്റെ കുട്ടികളെയും എൻ്റെ അമ്മയും നോക്കാനും എൻ്റെ വീട്ടിൽ നിൽക്കാനുമാണ്, അല്ലേ? അതാണ് അയാൾ ആദ്യമേ പറഞ്ഞത്. അതിന് സമ്മതമാണെങ്കിൽ മാത്രം അതോടൊപ്പം തന്നെ നിൻ്റെ മക്കൾ അവിടെ നിൽക്കണമെന്നും ആ ഉടമ്പടിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഉടമ്പടി തെറ്റിച്ച് കൊണ്ട് അവർക്ക് അവരുടെ മകളെ, അതും വെറും കുഞ്ഞുകുട്ടിയല്ല, ആരെങ്കിലും നോക്കേണ്ട കുഞ്ഞല്ല, ഒരു 16 വയസ്സൊക്കെ ഉള്ള പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവൾക്കൊരസുഖം വരുമ്പോൾ പണ്ട് എങ്ങനെയാണ് നമ്മളുടെ നെഞ്ചിൽ ചൂട് പറ്റിക്കിടന്നത് അതേപോലെ കിടക്കണം എന്നവൾ ആഗ്രഹിക്കും. അപ്പോൾ അതിന് അവർക്ക് പറ്റിയില്ല. വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, നിങ്ങൾ നൊന്ത് പ്രസവിച്ച് നിങ്ങളുടെ മകളെക്കാളും വലുതാണോ 2ാം ഭർത്താവ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാം. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. പക്ഷേ ഒരിക്കലും കൗൺസിലറായ എനിക്കത് ചോദിക്കാൻ പറ്റില്ല. കാരണം ഓരോ മനുഷ്യർക്കും ഓരോ കഥകളുണ്ട്, കഥയ്ക്ക് പിന്നിൽ വേറെ കഥകളുണ്ട്. അവരുടെ അവസ്ഥ എന്താണ്? അവർക്കൊരു ആൺതുണ അത്രയും അനിവാര്യമാണ്. അവർക്കതില്ലാതെ പറ്റില്ല. ഇനിയും ഒരു വിവാഹം പറ്റില്ല. ഇതിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. കുട്ടികൾ ഈ മക്കളെ ആദ്യത്തെ വിവാഹത്തിൽ മക്കളെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ ആ പെൺകുട്ടിയെ പിന്നീട് ഒരിക്കലും ഞാൻ കാണാനിടയായി. അവൾ അനുഭവിച്ച ട്രോമ മുഴുവൻ അവളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ സത്യത്തിൽ പ്രാർത്ഥിക്കായിരുന്നു, അവളുടെ ജീവിതത്തിൽ നല്ലതൊക്കെ ഇനിയും സംഭവിക്കണേ ഭഗവാനെ. നല്ല ഒരാൾ അവളെ സ്നേഹിക്കാൻ, അവളെ മാത്രം സ്നേഹിക്കാൻ, അവളെ സ്പെഷ്യലായിട്ട് സ്നേഹിക്കാൻ ഒരാൾ വരണേ ഭഗവാനെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ചില റിലേഷൻഷിപ്പ് കൗൺസിലിങ്ങിൽ വരുന്നതെന്ന് വെച്ചാൽ 2ാം വിവാഹം കഴിഞ്ഞിട്ട് അതിലും പ്രശ്നമായിട്ട്. അപ്പം അതൊരു കേസ് പറയുകയാണെങ്കിൽ ആൺകുട്ടിയാണ്, 2ാം വിവാഹത്തിൽ ഭാര്യയുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ മകൻ, ആദ്യത്തെ കല്യാണത്തിലെ മകൻ. അപ്പം ഈ പറഞ്ഞ എൻ്റെ ക്ലയൻറ്റിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് 2ാം വിവാഹമാണ്. ഇപ്പോഴത്തെ ഭാര്യ 2ാം വിവാഹമാണ്. അവരുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ മകൻ, അവരുടെ ആദ്യത്തെ കല്യാണത്തിലെ മകൻ. ആ പയ്യൻ വീട്ടിൽ വന്നിട്ട് അവൻ പിന്നെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ 1-2 വട്ടം പറഞ്ഞു അത് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ അവനിങ്ങനെ കുറച്ച് വെക്കുന്നൊക്കെ പറയുമ്പോഴൊക്കെ അവനിങ്ങനെ അത് ശ്രദ്ധിക്കാതെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അയാളൊന്ന് റേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അയാൾ ചെറുതായിട്ടൊരു അടി വെച്ച് കൊടുത്തു. അപ്പോഴത്തേക്കും ഭാര്യ ഓടി വന്നു. അവിടെ വൻ പ്രശ്നമായി. അപ്പോൾ അയാൾ പറയുന്നത്, അപ്പം എൻ്റെ മകനെ ഞാൻ എങ്ങനെ, അതല്ലാതെ അവിടെ എനിക്ക് രണ്ടാമതൊരു അങ്ങനൊരു വേറിട്ടൊരു കാഴ്ചയിലല്ല ഞാനത് ചെയ്തത്. എൻ്റെ മകനാണെങ്കിൽ എങ്ങനെ, പക്ഷെ അത് മറ്റൊരു രീതിയിൽ പോയി. രണ്ടാമത്തെ വിവാഹബന്ധവും അത് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളൊരവസ്ഥയിലാണ്. അപ്പോൾ 2ാം വിവാഹം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് മക്കളുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. എനിക്ക് ഡിവോഴ്സായി, എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, എനിക്ക് വേറൊരാളെ കൂടിയേ തീരൂ എങ്കിൽ അതിന് തന്നെയാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അതിന് തന്നെ, കാരണം നിങ്ങൾക്കൊരു ജീവിതമേ ഉള്ളൂ. പക്ഷേ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾ കുഞ്ഞിനെ നോക്കാൻ തയ്യാറാണ്, അയാൾക്ക് വേറെ ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിൽ വിട്ടുകൊടുത്തേക്കണം, അല്ലേ? അതിൽ പിന്നെ വാശിയും പകയൊന്നും വെക്കരുത്. അവർക്ക് ആ കുഞ്ഞിനെ നോക്കാൻ നല്ല മനസ്സുണ്ടെങ്കിൽ വിട്ടുകൊടുത്തേക്കണം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ആത്മഹത്യ ചെയ്ത ആ പുരുഷൻ്റെ മറ്റൊരു കഥയൊന്നും എനിക്കറിയില്ല, ഈ പുരുഷനെക്കുറിച്ചും എനിക്കറിയില്ല. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വേർഷനായിരിക്കുമല്ലോ വരുന്നത്, അപ്പുറത്തെ സൈഡിൽ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ആ മുഖം വല്ലാതെ ഹോണ്ടി. എല്ലാ സ്ത്രീകളും ഇരകളല്ല,
എല്ലാ പുരുഷന്മാരും വേട്ടക്കാരുമല്ല. നമ്മൾ ഇങ്ങനെയൊരു പല കേസുകളും എടുത്ത് നോക്കുമ്പോൾ പ്രസവിച്ചത് കൊണ്ട് ആരും അമ്മയാവത്തില്ല, ജന്മം കൊടുത്തുകൊണ്ട് ആരും അച്ഛനും ആവത്തില്ല. രണ്ടാനച്ഛന്മാർ വളരെ എന്താ പറയുക, കാണപ്പെടാത്ത ദൈവവും കാണപ്പെടുന്ന ഈശ്വരനുമായി, കാണപ്പെടുന്ന സ്നേഹവുമായി, കാണപ്പെടാത്ത ദൈവവും കാണപ്പെടുന്ന സ്നേഹവുമായി നിൽക്കുന്ന അവസരങ്ങൾ എത്രയോ പേര് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയോ. ഞാനൊരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് നിർബന്ധിച്ച് എന്നെ ഒരു സ്ഥലത്ത് അവൻ്റെ മാമൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഇത് ഞാൻ എടുക്കേണ്ട കേസല്ല. അപ്പം എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി. പിന്നെ അല്ല, ജസ്റ്റ് ഒന്ന് വന്ന് കാണാം. അപ്പോൾ ആ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ തന്നെ വീടെന്ന് വെച്ചാൽ ഇങ്ങനെ തിളങ്ങുവാണ്, ഭയങ്കരമായിട്ട് തിളങ്ങുവാണ്. എന്ന് വെച്ചാൽ ആ പോസിറ്റീവ് വൈബ്, ഭയങ്കരമായ ഒരു പോസിറ്റീവ്. ഇപ്പം ഞാനിങ്ങനെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ പോയിട്ട് ആ ഒരു വീട്ടിനകത്തോട്ട് ചെല്ലുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും ഏതോ ഒരു പുണ്യമായ സ്ഥലത്തോട്ട് ഞാൻ എത്തുന്ന പോലൊരു ഫീലായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവരുടെ അങ്കിളിനെ കണ്ടു. അപ്പോൾ പുള്ളിക്ക് ഡോക്ടേഴ്സ് പറയുന്ന ഒരു പ്രശ്നമില്ല, പക്ഷേ പുള്ളിക്ക് നേരെ നിൽക്കാൻ വയ്യ. എല്ലാവിധ ഹെൽത്ത് കണ്ടീഷനും ഓക്കെയാണ്, പക്ഷെ പുള്ളി നിൽക്കുന്നില്ല. അപ്പോൾ 6 അടിയോളം ഉയരമുള്ളൊരു വ്യക്തിയാണ്. പുള്ളിയുടെ വൈഫെന്ന് വെച്ചാൽ വളരെ ഷോർട്ടാണ്. അവരിങ്ങനെ പൊന്ന പോലെ നോക്കുവാണ്. അപ്പോൾ ആ വീട് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുക. ഓരോ മുക്കും മൂലയും അതിന് എന്തോ ഭംഗിയായിരുന്നെന്നറിയോ കാണാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സുരേഷ് എന്നോ അങ്ങനെ എന്തോ പേരാ, സുരേഷ് വിളിച്ചോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു മകനാണോ ചോദിച്ചപ്പം എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പതുക്കെ പറഞ്ഞു ആൻറ്റിയുടെ മകനാണ്. അപ്പോൾ പറയായിരുന്നു ഇദ്ദേഹം കുറച്ച് വൈകിയാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ ഇങ്ങനൊരു സ്ഥലത്തൊരു വിധവയായ സ്ത്രീയുണ്ട്, വിധവയായിക്കോട്ടെ, ഒരു മകനുണ്ട്, പക്ഷെ കുഴപ്പമില്ല, കണ്ടിഷ്ടപ്പെട്ടു. അങ്ങനെ ചെന്നപ്പോൾ ഈ സുരേഷ് എന്ന് പറഞ്ഞില്ലേ, അന്ന് അവനൊരു കുഞ്ഞാണല്ലോ, അവൻ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ മടിയിലിരുന്നു. അന്ന് തൊട്ട് അവർ തമ്മിലൊരു അടുപ്പം തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഇവർ വിവാഹം കഴിച്ച് അവർക്ക് 2 മക്കളുണ്ടായി. പക്ഷേ സ്റ്റിൽ അദ്ദേഹം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ആ മോനെയാണ്. ഭയങ്കര ഒരു ബോണ്ടിങ് ആണ്, ഏതവസ്ഥയിലും വിളിക്കുന്നത്. അവനും തിരിച്ചങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, അച്ഛൻ നേരത്തെ മരിച്ചു. ഈ ആൾ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് പിന്നെ അവർക്ക് കുട്ടികളുണ്ടായില്ല. അവളെ ഭംഗിയായിട്ട് നോക്കി എന്നുള്ളതൊക്കെ ഓക്കെ, പക്ഷേ അവളുടെ മക്കൾ അതിലൊരാൾ കുറച്ച് റിട്ടയർഡാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞിനെ, അവന് വയ്യാത്ത ആ കുഞ്ഞിനെ അവൾ നാട്ടിൽ ഇദ്ദേഹവുമായിട്ടാണ് അറ്റാച്ച്മെൻറ്റ്, അവളുടെ സ്റ്റെപ്പ് ഫാദറുമായിട്ടാണ് അറ്റാച്ച്മെൻറ്റ്. അവിടെ ഏൽപ്പിച്ചിട്ടാണ് അവൾ വിദേശത്ത് പോകുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ അവൾ പറയും, അദ്ദേഹത്തിനെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അവൻ്റെ മുഖത്ത് കാണുന്നൊരു സന്തോഷം വേറെ ഒരു ട്രെയിനിങ് സെൻറ്ററിലും ഒന്നും വിടുന്നില്ല. ആ ഒരു വ്യക്തിയാണ് ഇങ്ങനെ അവനെ ട്രെയിൻ ചെയ്യുന്നതും വളർത്തുന്നതും എല്ലാം. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഈ ജന്മത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവങ്ങളെന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കിയാണോ? ഇതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല. ഇതിനെക്കുറിച്ചിട്ടൊന്നും എനിക്കൊന്നും അറിയില്ല, ആധികാരികമായി പറയാൻ എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഓരോരോ ദുഃഖങ്ങൾ പേറുന്നത് ഈ ജന്മത്തിൽ എന്നൊന്നും പറയാൻ അറിയില്ല. കയ്യിലിരിപ്പ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അവനവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അനുഭവിക്കുന്നതെന്ന് പറയാം. പക്ഷേ ചിലപ്പം തോന്നുന്നു നമ്മളെക്കാളും പ്രശ്നങ്ങൾ ഒക്കെ അല്ലെങ്കിൽ ദ്രോഹങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്നവർക്കൊന്നും പ്രശ്നമില്ലല്ലോ, നമുക്ക് മാത്രം എന്താ? അപ്പോഴാണ് ചില മുതിർന്ന ആളുകൾ നമ്മളോട് പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ ഇതാണ്, കർമ്മയാണ്, അത് ഈ ജന്മത്തിൽ നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. എനിവേ അതൊക്കെ എന്തോ ആയിക്കോട്ടെ, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് സെക്കൻഡ് മാരേജിന് പോകാം. അതിനു മുമ്പ് നിങ്ങളൊരു പ്രൊഫഷണലി ഒരു കൺസൾട്ടേഷൻ കൗൺസിലിംഗ് എടുക്കണം. എവിടെയെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ളിടത്ത് എടുക്കണം. 2 പേരുടെയും പാസ്റ്റുകൾ
ഒരു ട്രോമയും പേറിക്കൊണ്ട് അടുത്തൊരു ജീവിതത്തിലോട്ട് പോകരുത്. കാരണം നിങ്ങളുടെ ട്രോമ ഹീൽ ചെയ്യാനുള്ളതല്ല അടുത്ത വ്യക്തി, അവരൊരു ജീവിതം പ്രതീക്ഷിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ ട്രോമയും കൊണ്ട് അടുത്ത ജീവിതത്തിലോട്ട് പോകരുത്. പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ സ്ത്രീകളാകട്ടെ, രണ്ടാമതൊരു വിവാഹം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവായി വരുന്ന ആൾ മറ്റേ കുട്ടിക്ക് അച്ഛനല്ല, അത് രണ്ടാനച്ഛനാണ്. അയാളുടെ കണ്ണുകൾ തൊട്ടില്ല, മോശമായിട്ട് സംസാരിച്ചില്ല എങ്കിൽ കൂടി അവരുടെ നെഞ്ചത്താണ് അത് പതിയുന്നെങ്കിൽ അതിനെ പ്രതികരിക്കാൻ ഒരമ്മയ്ക്ക് പറ്റണം. ഇങ്ങനെ സെക്കൻഡ് മാരേജ് ഒന്നും ഒരു തെറ്റല്ല, ആവശ്യമുള്ളവർ ചെയ്യാം. പക്ഷേ കുഞ്ഞുങ്ങൾ നമ്മളെ വിശ്വസിച്ചിട്ട് ഭൂമിയിൽ വന്നതാണ് അല്ലേ, നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവർ ഭൂമിയിൽ വന്നത്, നമ്മളാണ് അവരെ കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരുടെ കാര്യത്തിൽ കുറച്ചൊക്കെ കരുതൽ വേണം. വാശിയും പകയും കുഞ്ഞുങ്ങളെ വെച്ച് തീർക്കരുത്. കോടതി മുറി എന്ന് പറയുന്നത് അത് തന്നെയാണ്, വാശിയും പകയും തീർക്കാനുള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ അതിനിടയിൽ കുഞ്ഞുങ്ങൾ വരരുത്. അവർക്ക് എവിടെയാണ് താല്പര്യം, അവരെ നോക്കാൻ ആർക്കാണ് സമയം, അതാണ് പ്രധാനം. അവരെ നോക്കാൻ ആർക്കാണ് സമയം, അവരുടെ ഓരോ ശ്വാസത്തിലും എന്താണ് അവർ പറയാതെ പറയുന്ന കാര്യങ്ങൾ, അവർക്ക് എന്താ വേണ്ടത്, അവരുടെ ദുഃഖം എന്താണ്, അവരുടെ പ്രശ്നം എന്താണ്, അവരുടെ സന്തോഷം എന്താണ്, അവരുടെ സമാധാനം എന്താണ് എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നത് നിങ്ങളിൽ ആർക്കാണ്. അല്ല അമ്മ തന്നെ കുഞ്ഞിനെ വളർത്തണം എന്നൊരു നിർബന്ധവും ഇല്ല. അച്ഛനും വളർത്താം, അമ്മയ്ക്കും വളർത്താം. പക്ഷെ കുഞ്ഞിനെ തിരിച്ചറിയാൻ പറ്റുന്നത് ആർക്കാണ്, അത് അവർ കുഞ്ഞിനെ എടുത്തോട്ടെ. അല്ലാതെ ഒരു വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും പുറത്ത് കുഞ്ഞിൻ്റെ കസ്റ്റഡി വേണമെന്നും പറഞ്ഞ് അങ്ങനെ നടത്തേണ്ട യുദ്ധം, അത് ഒരു ക്രൂരതയാണ്. അതൊക്കെയാണ് സത്യത്തിൽ ക്രൂരത. ഒരു തരത്തിൽ ഇമോഷണൽ കൊലപാതകം എന്നൊക്കെ പറയും അല്ലേ. നമ്മളെ വാക്കുകൊണ്ട് കൊല്ലുന്നതിനേക്കാളും അല്ലെങ്കിൽ കത്തി കൊണ്ട് കുത്തിക്കയറ്റുന്നതിനേക്കാളും ഒക്കെ മുറിവുണ്ടാവും അത്തരം അനുഭവങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ പലരും ആ വാർത്ത കണ്ടിട്ടുണ്ടാവും. ആ ആത്മാവിന് ശാന്തി കിട്ടട്ടെ. ആ കുഞ്ഞെവിടെയാണെങ്കിലും അവൻ നന്നായിട്ട് വളരാൻ അവനൊരു അവസരം കൊടുക്കട്ടെ ഭഗവാൻ.